Hi, welcome back to Weekly Outlook. It's me Ansaf from Currency. നമ്മൾ ഇന്ന് ഈ വീക്കിൽ നോക്കാൻ പോകുന്ന USD കാർഡും AUD USD GBP USD ഈ മൂന്ന് പേഴ്സ് നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഈ ഒരു വീക്കിലേക്ക് പ്രൈസ് എവിടെ വരെ എത്താനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ USD കാർഡിൽ ഭയങ്കര രീതിയിൽ ഡൗൺഫോൾ തന്നെയാണ് ലാസ്റ്റ് രണ്ടാഴ്ചയായിട്ട് നമ്മൾ പറയുന്നത്. പ്രൈസ് വേരിഷ് ആവുന്നതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായത്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു ബുള്ളിഷൻസ് കാണിച്ചെങ്കിലും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. പക്ഷേ പ്രൈസ് അതിന് മുന്നേ തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളൊരു 4 hourലൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. കൺഫർമേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഓവറോൾ ട്രെൻഡ് USD കാർഡിൻ്റെ ഡൗൺ ആണ്, ഫാൾ ആവാനാണ് ചാൻസ് എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ GBP USD ഓവറോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷാണ്. സോ പ്രൈസ് ഇനിയും ബുള്ളിഷിലോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷന്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചേഞ്ച് ഓഫ് കാർഡ് കിട്ടിയിട്ടില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് ചേഞ്ച് ഓഫ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താ വെച്ചാൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഒരു 4 hourൻ്റെ ഓർഡർ ബ്ലോക്കിലാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ എക്സ്പെക്ടേഷന്. ഇവിടുന്ന് റിയാക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാവുന്നതാണ്. പിന്നെ ഇൻ കേസ് ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഏരിയയും കൂടെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഈ ഒരു ഏരിയയും ബ്രേക്ക് ആവുകയാണെങ്കിൽ പ്രൈസ് എന്തായാലും ഇനിയും ബുള്ളിഷിലോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷന്. സോ ഇതാണ് എൻ്റെ GBP USDയിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്, നെക്സ്റ്റ് വീക്കിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇനിയും ഇവിടുന്ന് റിയാക്ട് ചെയ്താൽ ഈ ഒരു ഏരിയ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ ടൈം ഫ്രെയിമിലൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം. ഇവിടുന്ന് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. സോ ഇത്രയേ ഉള്ളൂ GBP USDയിൽ. നെക്സ്റ്റ് AUD USD ആണ് നമ്മൾ നോക്കുന്നത്. AUD USDയിലും ഇപ്പോൾ നിൽക്കുന്നത് ഒരു 4 hourൻ്റെ ഒരു ഓർഡർ ബ്ലോക്കിലാണ് നിൽക്കുന്നത്. സോ പ്രൈസ് ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷന്. കാരണം നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പിന്നെ മൾട്ടിപ്പിൾ BOS എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു സോണിനും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഇതും ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇവിടുന്ന് സെല്ല് നോക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. സോ ഈ ഒരു സോണ് നിങ്ങൾ എടുക്കണ്ട. ഇതും കൂടെ ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ എക്സ്പെക്ടേഷൻ ഇനിയും പ്രൈസ് മേലേക്ക് പോകുന്ന വിചാരിക്കണം. സോ ഈ രണ്ട് സോണിലെത്തുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു വീക്കിൽ തന്നെ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ സെല്ല് ചെയ്യും. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ കൺഫർമേഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ബൈയും സെല്ലൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഈ 3 പേരിലും ഇതൊക്കെയാണ് എൻ്റെ വ്യൂ. ഇമ്പോർട്ടൻറ്റ് സോൺസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സോ ഈ സോൺസിനൊക്കെ ബ്ലൈൻഡ്ലി എൻട്രി എടുക്കാതെ നിങ്ങളുടേതായ കൺഫർമേഷൻസ് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എൻട്രീസ് എടുക്കാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.